പാറൽ എക്സാലോജിക് ഇടപാടിൽ SFIO കുറ്റപത്രത്തിനായി ED കൊച്ചിയിലെ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകി. കൊച്ചിയിലെ കോടതിയിലാണ് SFIO കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. കുറ്റപത്രം ലഭിച്ചാൽ പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്നാണ് ED ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാനി, EDയും ഇറങ്ങുകയാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്, അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. EDയും മാസപ്പടി കേസിന് പിന്നാലെ നീങ്ങുകയാണ്. നമുക്കറിയാം, നേരത്തെ ഏതാണ്ട് ഒരു വർഷം മുൻപ് ED ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി കേസ് പുറത്തു വന്നപ്പോൾ തന്നെയും EDയുടെ ഒരു അന്വേഷണം ഈ കാര്യങ്ങളിൽ നടക്കുകയുണ്ടായിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL അടക്കം ഉദ്യോഗസ്ഥരെ അടക്കമുള്ള ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടപടികളും തുടങ്ങിയിരുന്നു. അന്ന് ECR രജിസ്റ്റർ ചെയ്ത ശേഷമായിരുന്നു EDയുടെ ഒരു ക്രൈം അത് രജിസ്റ്റർ ചെയ്ത ശേഷമായിരുന്നു ഇതിലേക്ക് നീങ്ങുകയും ചെയ്തത്. പക്ഷെ അന്ന് ഈ CMRL തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസിന്റെ തുടർ നടപടികൾ മന്ദഗതിയിൽ. അതിനുള്ള ഒരു പ്രധാന വാദമായിട്ട് ഉന്നയിച്ചിരുന്നത് കേസിലേക്ക് നേരിട്ട് ഇടപെടാൻ EDക്ക് കഴിയുമായിരുന്നില്ല. കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഒന്ന് ഇതിൽ സാമ്പത്തിക തിരിമറികൾ ചൂണ്ടിക്കാണിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയോ അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ EDക്ക് അതിലേക്ക് കടന്നു വരാൻ സാങ്കേതികമായി കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ആ ഒരു സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ SFIO അന്വേഷിച്ച് കുറ്റപത്രം തന്നെ സമർപ്പിച്ചതിലൂടെ ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് EDക്ക് നേരിട്ട് ഇതിലേക്ക് കടന്നു വരാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കുറ്റപത്രത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരിക്കുന്നു. സാധാരണഗതിയിൽ കുറ്റപത്രം നൽകുമ്പോൾ തന്നെയും അതിലെ കാര്യങ്ങൾ കോടതിക്ക് അതിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. കുറ്റപത്രം നിലനിൽക്കുമോ, SFIO സമർപ്പിച്ച കുറ്റപത്രം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന അടക്കം നടത്തി പിന്നീട് ഇവർക്ക് നോട്ടീസ് നിലനിൽക്കുന്നതാണെങ്കിൽ, ഇവരെ പ്രതി ചേർക്കപ്പെടേണ്ടതാണെങ്കിൽ എന്ന കാര്യത്തിൽ വ്യക്തത വന്നതിന് ശേഷം നോട്ടീസ് അയച്ചിട്ടാണ് പിന്നീട് തുടർ നടപടികളിലേക്ക് പോകുക. എന്നാൽ അത്തരം നടപടികളിലേക്ക് പോലും കാത്തു നിൽക്കാതെ തന്നെ ഇപ്പോൾ ED അതിന്റെ കുറ്റപത്രത്തിന്റെ പകർപ്പ് അടക്കം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് EDയുടെ നടപടികളും വളരെ വേഗത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ED ഇപ്പോൾ 2 കേന്ദ്ര ഏജൻസികൾ ഒരു കേസ് അന്വേഷിക്കുന്ന രീതിയിലേക്ക് വരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. നമുക്കറിയാം, പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഇവർക്ക് ഇതിൽ വലിയ രീതിയിലുള്ള ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർക്കെതിരെ എല്ലാം തന്നെ ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മകൾ വീണ വിജയനെതിരെയും അതോടൊപ്പം തന്നെ CMRL കമ്പനി MD ശശിധരൻ കർത്താവ് ഉദ്യോഗസ്ഥർ, വീണ വിജയന്റെ കമ്പനി എന്നിവർക്കെതിരെ എല്ലാം തന്നെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 10 വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിന്റെ 3 ഇരട്ടിയോ വരെ പിഴവും ലഭിക്കാവുന്ന കുറ്റങ്ങളെല്ലാം തന്നെയാണ്. എന്തായാലും ED കൂടി രംഗത്ത് വന്നിരിക്കുന്നു. EDയുടെ കൂടി അന്വേഷണത്തിലേക്ക്, ആ ഒരു റഡാറിലേക്ക് ഈ ഒരു കേസും കൂടി വന്നിരിക്കുന്നു എന്നതാണ്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ EDയുടെ നടപടികളും വേഗത്തിലാകും. രഞ്ജിത്ത്, ഇതാണ് ഏതായാലും സാഹചര്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു SFIO അന്വേഷണത്തിന് പുറമെ എന്നാണ് മനസ്സിലാക്കേണ്ടത്.